ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം. ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ രാവിലെ ജോലിക്ക് പോകാനൊക്കെ കൊണ്ടിറങ്ങുകയാണ്. 8:30 ആവുന്നു. അപ്പോൾ അങ്ങോട്ട് പോട്ടെ. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കടയിൽ കയറണം, പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അങ്ങോട്ട് പോട്ടെ കേട്ടോ. പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോഴും കൂട്ടുകാരെ, ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നെ ഇന്ന് ഞാൻ അങ്ങ് വീട്ടിലോട്ട് പോയില്ല കേട്ടോ. ഇന്ന് പോകാൻ അങ്ങ് മടിച്ചു. പിന്നെ കൊച്ചവിടെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ മടിച്ചു ഞാൻ കേട്ടോ. പിന്നെ വേറെ എന്താണ്, ഇപ്പം ഇവിടെ വന്ന് കഴിഞ്ഞ് നമ്മുടെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഇനിയും ചോറും കറിയൊക്കെ വെക്കണം. 5 മണിയായി. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളിൽ നിന്ന് തന്നെ ഇന്ന് ഇച്ചിരി താമസിച്ചാണ് ഇറങ്ങിയിട്ട് പിന്നെ വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അത് അടച്ചില്ല, അവിടെ സാറില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ പോന്നു. പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കണമായിരുന്നു. അങ്ങനെ കറണ്ട് ബില്ല് അടച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഇരുന്നത്. ഇനി നമുക്കിവിടെ ചോറും കറിയൊക്കെ വെക്കണം. ജോലി കിടക്കുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചെയ്തു. പിന്നെ വേറെ എന്തൊക്കെയാണ്, ഇനി ജോലികളൊക്കെയാണ്. മഴക്കോളുണ്ട് കൂട്ടുകാരെ ഇവിടെ കേട്ടോ. അവിടെയൊക്കെ മഴക്കോളുണ്ടോ, മഴയുണ്ടോ? കൂട്ടുകാർ വിശേഷങ്ങളൊക്കെ പറയണേ. പിന്നെ വേറെ എന്താണ്, തലമുടി എല്ലാം അങ്ങ് ഊരിപ്പോവാ കൂട്ടുകാരെ. തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അറിഞ്ഞുകൂടാ, എന്താണേലും എല്ലാം ഊരി പോകുന്നുണ്ട്. പിന്നെന്താണ്, ഞങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ അങ്ങ് സത്യം പറഞ്ഞാൽ ഫോൺ എടുത്ത് കഴിയുമ്പോൾ എല്ലാം അങ്ങ് മറന്നു പോവുക കേട്ടോ. ഇച്ചിരി തേയിലവെള്ളം ഇടണം, തേയിലവെള്ളം കുടിക്കണം. ഇപ്പോൾ 4 മണിക്ക് വെള്ളം കുടിച്ചില്ല കേട്ടോ. ഇതുണ്ടോ എൻ്റെ മുടി ഊരുന്ന കണ്ടോ കൂട്ടുകാരെ, നിറച്ച് ഊരുന്നുണ്ട്, നിറച്ച്. ഇനി ചൂടും കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ. പറക്കി അഴയെല്ലാം ഞാൻ വന്നപ്പോൾ വെയിൽ കുറവായിരുന്നു, അപ്പോൾ ഇത് പറക്കി ഇട്ടു. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഴക്കോള്, നല്ല മഴക്കോളുണ്ട് കൂട്ടുകാരെ. കണ്ടോ? അയ്യോ കാണാൻ പറ്റില്ല. കണ്ടോ, നല്ല മഴക്കോളുണ്ട്. പിന്നെ വേറെ എന്താണ്, ചെടികളൊക്കെ ഒരുവിധം ഉണങ്ങി. കുറച്ചേറെ ചെടികൾ ഞാനങ്ങ് വീട്ടിൽ കൊണ്ടുപോയി. ഇന്നെല്ലാം വെള്ളം ഒഴിക്കണം എല്ലാത്തിനും. രാവിലെ വെള്ളം ഒഴിച്ചില്ല, ചൂടുണ്ട് കേട്ടോ. ചെടിയൊക്കെ ഒരുമാതിരി വാടിത്തുടങ്ങുന്നു. വെള്ളം ഒഴിക്കണം. വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. അരി അടുപ്പിടട്ടെ. അങ്ങനെ അരി എടുക്കാം. നമുക്ക് 1, 2 തികച്ച് വേണ്ട, 2. അപ്പം ഇത്രയും ചോറ് മതി. വെള്ളയരിയാണേ. എന്താ ഇത്ര അരി എടുത്തുള്ളതെന്നറിയാമോ? ഇതിപ്പോൾ വൈകിട്ട് ചേട്ടന് കഴിക്കാൻ വേണം. ഇങ്ങനെ രാവിലെ ചോറ് കൊണ്ടുപോകാൻ വേണം. അപ്പോൾ എനിക്കും മോക്കും കൂടെ ഞങ്ങളിപ്പോൾ റേഷൻ അരി ഇട്ട് ചോറ് വെക്കും. പട്ടിക്കുഞ്ഞുങ്ങൾക്കും പൂച്ചക്കുഞ്ഞുങ്ങൾക്കും എനിക്കും മോക്കും എല്ലാം കൂടെ ഞങ്ങളിപ്പോൾ റേഷൻ അരി ഇട്ട് ചോറ് വെക്കും. തേയില വെള്ളം ഇട്ട് വെച്ചായിരുന്നേ, അത് കുറച്ചെടുക്കാം. നമുക്ക് വാതിലിൽ പോയിരുന്ന് കാപ്പി പിടിക്കാം. റോഡിക്കടെ വണ്ടിയൊക്കെ പോകുന്ന നോക്കിയിട്ട് കാപ്പി പിടിക്കാം. 5:45 ചേട്ടൻ ഇവിടെ അടുത്ത പണി കേട്ടോ. ഇവിടുത്തെ പത്തനംതിട്ട കാതോലി കോളേജിലാണ് പണി. ഇവിടെ അടുത്ത് തന്നെ. പക്ഷേ ദൂരെ പണിക്ക് പോകുമ്പോൾ ഇതെന്താ എൻ്റെ ഫോണിൽ ഇങ്ങനെ കളർ വരുന്നത്. എൻ്റെ ഫോണിന് എന്തൊക്കെയോ കംപ്ലൈൻറ്റുകളുണ്ട് കൂട്ടുകാരെ കേട്ടോ. അത് മാറി. ഇടയ്ക്ക് തന്നെത്താനെ ഫോണിനകത്തിൽ ഓരോന്നൊക്കെ കോളും ഇപ്പോൾ തന്നെ പോകുക. പിന്നെ തന്നെ പാട്ട് കേൾക്കുക.
തന്നെ കളർ മാറുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ എൻ്റെ ഫോണിനകത്തുണ്ട് കേട്ടോ. പിന്നെന്താ, ദൂരെ പണി ചെയ്യുമ്പോൾ ഏട്ടന് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിൽ വരും. ഇതിപ്പോൾ അടുത്തായിട്ട് ഇതുവരെ ഇങ്ങെത്തിയില്ല. കാപ്പി വേണോ കൂട്ടുകാർക്ക്? കട്ടൻ ചായ കണ്ട, കട്ടൻ ചായ കഴിക്കാൻ ഒന്നുമില്ല, ബിസ്ക്കറ്റും ഇല്ല, ഒന്നുമില്ല. കഴിക്കാനൊന്നും ഇരിപ്പില്ല. വണ്ടി പോന്നു കണ്ടുകൊണ്ട് നമുക്ക് ചായ കുടിക്കാം. വീട്ടിൽ പോകാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നുമില്ല. അവിടെ ഭയങ്കര മഴയാണ്. ഇപ്പം മരുമോള് വിളിച്ച് അവിടെ മഴയാന്ന് പറഞ്ഞു. അവൾ ബസ്സിറങ്ങി അങ്ങോട്ട് എളുപ്പം വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയില്ലെന്ന് ഞാൻ, നാളെ പോകാം. മഞ്ഞു പൊതിഞ്ഞ മോഹം, മിഴിമൂടിയ നാണം, എന്നിലൊതുങ്ങി നിന്നേ എന്നെ ഞാനും മറന്നേ, ഗോവേണി താഴത്തു വന്നേ, ദാവേണി സ്വപ്നവും കണ്ടേ, നിന്നെ ഉറക്കാൻ ഞാൻ ഉണർന്നി, രാവിനു കൂട്ടിരുന്നേ. പാതിരവായി നേരം പനനീർക്കുളിരമ്പിളി, എൻ്റെ മനസ്സിൻ്റെ മച്ചിമ്പിലെന്തി നിന്നുറങ്ങാതലയുന്നു നീ. ഇങ്ങനെ ഇരുന്നപ്പോൾ പാട്ട് മനസ്സിൽ ഇങ്ങനെ വന്നു, എന്നിട്ട് പാടി. നമുക്ക് ഒത്തിരി തൊണ്ട അടച്ചൊന്നും പാടാൻ പറ്റില്ല കൂട്ടുകാരെ, തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, അവിടെ മഴ ഉണ്ടായതുകൊണ്ടേ. ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടൊക്കെ, പക്ഷെ എന്ത് ചെയ്യാനാ, പാടാൻ പറ്റില്ല, ശ്വാസം പിടിക്കാൻ പറ്റില്ല, തൊണ്ട വേദന എടുക്കും. പാട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം കേട്ടോ. ചുമ്മാതിരുന്നപ്പോൾ ഒന്ന് പാടി നോക്കി. പിന്നെ എനിക്ക് കൂടുതലും തമിഴ് പാട്ടിനോടാണ് ഇഷ്ടം കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചെറുതിലെ തൊട്ടേ തമിഴ് പാട്ട് കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പഠിക്കാനും എളുപ്പം തമിഴ് പാട്ടാണ്, കാണാതെ പഠിക്കുന്നതാണേലും എല്ലാം. പക്ഷേ എനിക്ക് അത്രയും മലയാളം പാട്ട് കാണാതെ പഠിക്കാനും പ്രയാസമാണ്, വരികളും തെറ്റും. ഇനിയിപ്പോൾ ഈ പാടിയ പാടിനകത്ത് വരികൾ തെറ്റിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയരുത് കേട്ടോ. എനിക്ക് തമിഴ് പാട്ടിനോടാണ് ഭയങ്കര ഇഷ്ടം. എന്നെ മക്കളും എല്ലാം ചേട്ടനും എല്ലാം കളിയാക്കി ഞാൻ തമിഴ്നാട്ടുകാരിയാണോ എന്ന് ചോദിച്ചോളൂ. എൻ്റെ തമിഴ് പാട്ട് കണ്ടിട്ട് ചിലതിനൊക്കെ എനിക്ക് തമിഴിലെ കമൻറ്റും വന്നിട്ടുണ്ട് കേട്ടോ. അവരും വിചാരിച്ചാണ് ഞാൻ വല്ല തമിഴ്നാട്ടുകാരിയാണോ. പിന്നെ ചില കൂട്ടുകാർ ചോദിച്ചിട്ട് പാലക്കാട് ആ ഭാഗത്തൊക്കെയാണ് ചേച്ചിയുടെ വീട് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വീട് പത്തനംതിട്ട. പിന്നെ വേറെ എന്താ, എൻ്റെ ചക്കിപ്പെണ്ണിരിക്കുന്ന കണ്ടോ. കുളിക്കണ്ടാടി കുളിക്കണ്ടാടി, ഇത് ചൊറിയിരുന്നോണ്ടോ. എൻ്റെ മോനിരിക്കുന്നുണ്ടോ, എൻ്റെ തപ്പു മോന്. മോനെ തപ്പുക്കുട്ടാ, ഡാ നീ വന്നേ, നമ്മുടെ പൊന്നിങ്ങി വാ, ഇങ്ങോട്ട് വാ, കയറിച്ചിരിക്കാതെ വാടാ. അനുസരണയില്ല കൂട്ടുകാരെ, അനുസരണയില്ല. എൻ്റെ മക്കൾക്ക് അനുസരണയില്ല. അതെന്തു മക്കളെ കരഞ്ഞോണ്ട് പോയേ? ഷൂ ഞോടിയോ ഉമ്പാക്കിയെ പിടിച്ചോണ്ട് പോവും. വരുന്നുണ്ടോ ഇങ്ങോട്ട്? ഞങ്ങൾ ഇവള് ചക്കിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്നതാ കേട്ടോ. പക്ഷേ ഈ ചെറുക്കനാ. ഇനി ഇവന് ഞങ്ങൾ എന്ത് പേരിടും? ഞങ്ങൾ ചക്കി ചക്കി ഇത് വിളിച്ചോണ്ടിരുന്നല്ല. ഇവന് പറ്റിയൊരു പേര് പറഞ്ഞു തരണേ കൂട്ടുകാരെ.